Assalamualaikum, welcome to my YouTube channel. അപ്പൊ സ്വഭാവിക്ക് 5 മണിക്ക് എണിച്ചിനി എന്നിട്ട് വ്ളോഗ് എടുക്കണല്ലോ അതിനോട് കണ്ണാടിന്റെ എതിരിൽ പട്ടി ഷോ അടിക്കുന്നുണ്ട്. പിന്നെ മോളിതാ ബെഡിലുണ്ടാവുക കുറെ ലൈറ്റ് അങ്ങോട്ട് കാണിച്ചോങ്ങൾ എന്താ അപ്പൊ മെല്ലെ ഇടുന്ന ബാത്റൂമുക്ക് പോവാ. പിന്നെ നിങ്ങൾ വേറിട്ടുണ്ടെന്ന് നോക്കണ്ടാവും. അങ്ങനെ ഇതാ കയ്യിലുള്ള മൈലാഞ്ചി എല്ലാം എടുക്കല്ല അങ്ങോട്ടിലൊക്കെ കഴിക്കല്ലോ. പോയിട്ടൊന്നുമില്ല പാതി പാതി കയ്യിൽ തന്നെ ബാക്കി എന്തായാലും ഇതിനെ നോക്കി നീന്തെങ്കും തലമേങ്ങോ അതിനോട് പല്ലൊടിച്ച് നിസ്കരിച്ച് താഴെ പോകണം. ഇത് എന്തിത് എന്റെ കോലം കണ്ടെങ്കിൽ തെളി കുടിക്കല്ല റബ്ബേ. അപ്പൊ ഈ കോലം കണ്ട നിങ്ങൾക്ക് എന്തായാലും ബോധം പോവോ എന്നോട് പല്ലൊടിച്ചിട്ട് വരാലോ. അപ്പൊ പല്ലൊടിച്ച് എന്നെ ഒള്ളൊടുത്തിട്ട് നിസ്കരിക്കാലോ. അപ്പൊ ഫോണാടെ വെച്ചിട്ട് നേരെ ഒള്ളൊടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഒള്ളൊടുത്തിട്ട് പുറത്തേക്ക് ദാ ഇവൻ ഇവിടെ ഉണ്ടാവും. ആവി എപ്പോഴേ താഴെ ഹാജറായി. ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ പോകുന്നത്ര. അങ്ങനെ ജനബേബിനെ ഡിസ്റ്റർബ് ആക്കാതെ മെല്ലെ നിസ്കരിക്കാലോ പോയിട്ട്. പിന്നെ ഈ കണ്ണാടി കണ്ടെങ്കിൽ പട്ടി ഷോ കാണിക്കാത്തൊരു സമാധാനം ഇല്ല. അങ്ങനെ ഇതെല്ലാം ആയിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി പോയി. ലൈറ്റ് ഇട്ടപ്പോ എന്നെ ഒല്ലിയെല്ലാം വേറിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ ഇത് വറുത്തെല്ലാം മടക്കിട്ട് വെച്ച് അങ്ങനെ ഇന്ന് ഒല്ലിയെല്ലാം മടക്കിയിട്ടുണ്ട്. ആടെ തന്നെ നേരെ പോകുന്ന ഓൾ എടുക്കാനാവും. തിരി തൊട്ടില്ലടാ നല്ല നിസ്കരിക്കുമ്പോ ദിക്കണിച്ച് പോയാൽ കണ്ണ നമുക്ക് കിടാക്കളെ വെച്ചിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അതങ്ങനെ അങ്ങനെ ഇതാ ഓളെ സേഫ് ആയിട്ട് തൊട്ടില്ലിട്ട് പറഞ്ഞ വന്ന കാര്യം പറഞ്ഞ് ഞാൻ നിസ്കരിച്ചിട്ടാ ഞാൻ നിസ്കരിക്കാലോ പോയി. അങ്ങനെ ഞാൻ നിസ്കാരം കംപ്ലീറ്റ് ആക്കിട്ട് വരാം. അപ്പൊ മെൻസന്മാർ താഴെ തന്നെ കാര്യമായിട്ട് കാക്കുന്നുണ്ട്. അപ്പൊ ഈദ് വ്ളോഗ് ഇവിടുന്ന് തുടങ്ങുകയാണ്. അങ്ങനെ മെൻസന്മാർ ഇതാ ഞാൻ താഴെ പോവാങ്ങിന്ന് ബും അങ്ങനെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കി താഴെ പായുന്നുണ്ട്. അമ്പരപ്പ് കേട്ടിട്ട് പോയിട്ട് കണ്ട് തന്നെ കാര്യമായ പണിയെടുക്കുന്നത് ഒരു രണ്ടാള്. പിന്നെ എണ്ണന്റെ പെല്ലോട് നിരത്തിട്ട് വെച്ചിട്ടുണ്ടാവും തിന്നാൻ വേണ്ടിട്ട്. തിന്നാനല്ലാത്ത ഡാഷ് ആക്കാൻ വേറെ ആരും വെക്കലോ അല്ലെ. പിന്നെ പെരുന്നാന്റെ കാലത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന പുട്ടാവോ. അങ്ങനെ പുട്ട് ചുടുന്ന തിരക്കിലാണ് ബാബി ഉള്ളത്. കാസർഗോഡ് നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും 3 ഇഡ്ലിയും പാലും. ആടില്ലെങ്കിൽ നമ്മളെ ഏരിയയിലെല്ലാം അങ്ങനെ ആവും. അപ്പൊ പെരുന്നാൾ നൽമ്പക്കന്നെ നമുക്ക് അത് ഓർമ്മ. ഇവിടെ ഇഡ്ലിന്റെ ചട്ടിയായില്ല അത് വേറെ. പിന്നെ ഇവിടെ നോക്കിയല്ല കുച്ചില് കുറെ പണിയുണ്ട്. എന്നിട്ട് ഉമ്മ നൈറ്റ് മാറ്റാൻ പോയി. പുതിയ നൈറ്റ് ഇട്ടിട്ടുണ്ട്. ഏന് മാറ്റാൻ പോയി. നമ്മ പിന്നെ ഓളെ ബേബിനെ കാണുന്ന നോക്കാല. ബേബിനെ എനിക്ക് ഇങ്ങനത്തെ ചങ്ക് പാമ്പ് പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാ. ഇങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്. വെള്ളം 9 മാസത്തെ കരിപ്പൊഞ്ചി ഞാൻ ഓരോന്ന് ചെന്ന് ഓള് ചിരിക്കുന്നു. ഓള് പണിയെടുക്കാൻ ഞാൻ അവിടെ ഇരുന്നിട്ട് വളർത്താൻ. പിന്നെ ഉമ്മ നൈറ്റ് മാറ്റിട്ട് വന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് കാണുമ്പോ നീ അങ്ങനെ സുയിക്കണ്ട പോയിട്ട് ഉള്ളെടുത്തിത്താ അങ്ങനെ പണിയാട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണുമ്പോ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് നിറഞ്ഞിട്ടുണ്ടാവും. സോറി എന്നോട് ഉള്ളെടുത്തി താന്നല്ലേ ഇന്നല്ല ഉള്ളെടുത്തിട്ട് ഇടുന്നല്ലേ ഉണ്ടാവും. ഞാൻ ഇത് ഇടുന്ന പണിയിലുണ്ട് ബാബി കാക്കുന്ന പണിയിലുണ്ട്. പിന്നെ നമ്മ രണ്ടാൾ പണിയെടുക്കുമ്പോ ഉമ്മ ഉണ്ടാതിരുന്നിട്ടൊന്നും ഇല്ല. ഉമ്മ കരകാര്യമായ പണിയിലുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം വെച്ചിട്ട് വരുന്നത്. ഇടുന്ന് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയി. നോക്കല്ല എന്റെ ഒരു ആക്ടിങ് വീഡിയോക്ക് വേണ്ടി മാത്രം അറിഞ്ഞിട്ടാലോ അല്ലേ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ കുടിച്ചോ ഇപ്പൊ ഞാൻ പോകാനല്ലോ കുടിച്ചു. ഞാൻ അറിയോ എത്ര കഷ്ടപ്പെട്ട് നിന്നിട്ട് കുടിക്കുന്നത്. ബി അടിച്ചിട്ട് പണി തീർക്കാം. അങ്ങനെ നോക്കൂ നല്ല വിശാലമായ ബാക്ക്ഗ്രൗണ്ട്. കാറെല്ലാം ഒരു പണിയില്ലാത്ത ഇരുന്നിട്ടുണ്ട്. ഹലോ മെൻസന്മാർ നിങ്ങൾക്ക് എന്തെന്റെ ഈ വീഡിയോ നോക്കുമ്പോ ബോറടിക്കുന്നത് ബോറൊന്നും ഇല്ലാന്തോ അല്ലേ. എന്തിപ്പോ നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത് ബോറൊന്നും അടിക്കണ്ട പൊലിസാക്കാന്ന്. അപ്പൊ നമ്മ ബി അടിച്ചിട്ട് ഒത്തരാക്കിട്ട് ബിയം പോ ഒത്തരാക്കിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ദൂരെ പോകുന്നറിയോ ഉറങ്ങാൻ വേണ്ടിട്ട് വേറെന്ത്. അങ്ങനെ സിറ്റ് ഔട്ട് അടിച്ചിട്ടേ ഇവിടുന്ന് നേരെ മുങ്കോട്ടിലേക്ക് ബേസ് കവാൻ പോയി. ബേസിന്റെ കോലം കണ്ടങ്ങ് മതി. ഈ ബേസ് യൂസ് ആക്കുന്നില്ല അതിനോണ്ട് ഇങ്ങനെ അപ്പിയെല്ലോട്ട് നിറച്ചിട്ട് വെച്ചിന് അതിനോണ്ട് ഇന്ന് കവാ കയ്യപ്പ് ഇങ്ങനെ ബേസിനെ കൊളക്കണ്ടായിട്ട് ഉപ്പ കളിയാക്കുന്നുണ്ട്. പിന്നെ കൽപ്പഞ്ചിന്റെ കൽപ്പന പ്രകാരം 4 മുളക് കൊണ്ടെടുത്തു. 4 കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഒന്ന് എടുത്ത് അപ്പൊ ഞങ്ങൾക്ക് ചൊടിയായിരുന്നില്ല. എങ്ങനെ ശരിയാവുന്നിട്ടപ്പോൾ എല്ലാം എടുത്തോണ്ട് പോയി. അങ്ങനെ അടിച്ചിട്ടെല്ലായിട്ട് വാഷിലോടെ ഡ്രസ്സ് കൊടുത്തോണ്ട് ആടുന്ന ഒരു പട്ടിഷോ അതെല്ലാം സമാധാനം ഇല്ല. അങ്ങനെ പിന്നെ ഡ്രസ്സും തൂക്കി പിടിച്ചോണ്ട് താക്ക് അറിയോ എത്ര പണിയെടുത്തിട്ടാണ് അത്ര ഞങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ. അപ്പോൾ വീഡിയോസ് കുറച്ചെടുക്കാനും പണിയെടുക്കാനും നോക്കണം. അതിന്റെ പിന്നെ അപ്ഡേഷൻ വരും. കാരണം പണി തീർന്നെങ്കിലേ വേറെ എന്തെങ്കിലും എടുക്കാൻ യൂത്ര പണി തീർക്കാൻ നോക്കുന്നത്. മനസ്സന്മാർ മഫിലേക്ക് പിന്നെ പോയി നേരെ തോർത്താൻ വീട്ടിൽ വരാം. മനസ്സന്മാർ അങ്ങനെ ഓനടിച്ചു ഓന് ഉറക്കം നടിച്ചു പൊറ്റേന്ന് കരച്ചല്ല റബ്ബേ. അടുത്ത നേരെ ഞാൻ മീത്ത പോയി. മീത്തക്കും ചിലപ്പോ നിങ്ങൾ റൂമിലേക്ക് ഇരിക്കുന്നുണ്ടോ അല്ല ഞാൻ ബാത്റൂമിലേക്ക്. അങ്ങനെ ഓള് ബാത്റൂമിൽ നിൽക്കാൻ വേണ്ടി കാത്തതോ നിൽക്കാൻ വേണ്ടിട്ട്. അൽഹംദുലില്ലാ ഓളെ 2ാമത്തെ പെരുന്നാവും ഇത്. മാഷാ അല്ലാഹ് വലിയ പെരുന്നാവും കിട്ടി ചെറിയ പെരുന്നാവും കിട്ടി. ബാവോക്ക് ഫുഡും കുഴക്കിട്ടപ്പോ ഞങ്ങൾ താഴെ പോവാല. മുഹമ്മദ് ഓളത്തെ കാലത്ത് തന്നെ കരയാൻ വിടാത്തതിനോട് മാഷാ അല്ലാഹ് നേരെ ഉണ്ട് ഇപ്പൊ. ഉമ്മ നോക്കുന്നു ധാരത് നോക്കുന്നുണ്ട് പെണ്ണ്. ഉമ്മ അറിഞ്ഞിനി ചിരിക്കോടെ തൊട്ടല്ലുണ്ട് പെണ്ണിന് ചിരിക്കാത്ത. അപ്പൊ ഇനി താഴെ എന്തൊക്കെ പണി ബാക്കി ഉണ്ടാന്ന് നോക്കിട്ട് വരാം. അതിന് ശേഷം ബാക്കി വീഡിയോ.
അപ്പൊ എങ്ങനെയുണ്ട് എന്റെ മൊയിലാഞ്ചി വാങ്ങയില്ല അല്ലേ കാണാൻ. ഇവിടുന്ന് നേരെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. ഫുഡ് നെൽമ്പക്കന്നോള് അപ്പുറം ഇപ്പുറം നോക്കുന്നുണ്ട്. ഇതാ അങ്ങനെ ഉപ്പാൻ്റെ പള്ളിക്ക് പോകാൻ വേണ്ടി റെഡിയായി. മനുഷ്യന്മാരെല്ലാം വിചാരം ഓള് ഫുഡ് നേരെ കഴിക്കുന്നു, കരയിലൊന്നും ഇല്ലാന്ന്. അപ്പൊ ഓൾക്ക് ഫുഡ് കൊടുക്കുന്ന എനിക്ക് മാത്രം എത്ര ഓള് കരയുന്ന ഗ്യാപ്പിലാണ് ഞാൻ അവൾക്ക് ബാക്കിടല്ലേ. വേന നാർച്ചിട്ട് വെച്ച ഓള് അന്റെ ഈ കയ്യെല്ലാം നോക്കിയ. അങ്ങനെ ഫുഡ് കൊടുത്തിട്ടേ എന്നെ നേരെ പോയിട്ട് എണ്ണയൊക്കെ ഇട്ട് ഞാൻ കുറച്ചധികം എണ്ണ തേക്കുന്ന കുറെ ദിവസമായി തേക്കാത്തല്ലോ. കണ്ട എണ്ണ ഇട്ടിട്ട് കുളിപ്പിച്ചിട്ട് വെച്ചിനി. ഇനി പൊരിച്ച കൈ മാഷാല്ലാ. ഇവിടുന്ന് നേരെ പാലിന്റെ കുപ്പി എടുത്തോണ്ടൊക്കെ കൊടുത്തു. നമുക്ക് 2 പാല് കിട്ടുകയും ചെയ്ത് തീനെ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. ഉമ്മ പെരുന്നാസ്കരിക്കുന്നുണ്ടാവും. നമുക്ക് ഒരു പട്ടി പാത്രങ്ങൾ വേണ്ടത് കയറ്റി വരട്ട്. ജനാക്ക് ഒരു ചെറിയ കണ്ട് ബത്തൊക്കെ എടുത്തിരുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ. അതാ ഇവിടെ ഉണ്ടാവും. ഫുഡൊന്നും നേരെ കഴിക്കാത്തതിനോട് ഇന്നെ പാങ്ങാൻ തോന്നുന്നു. മെൻസന്മാരെ പിന്നെ ഞാൻ ഓളെ ബിയ്യം കുളിപ്പിക്കാൻ വേണ്ടി പായുന്നുണ്ടതാവോ. ഇത് പെരുന്നാക്ക് പുതിയ സോപ്പും കൊടുത്തിനു. ഇന്ന സോപ്പും ചെലിട്ടൊന്നും ഇല്ല, എല്ലാ സോപ്പും യൂസ് ആക്കുന്നു. സബാമയുടെ ഹിമാലയ പിന്നെ ഇത് അങ്ങനെ അവളെ കുളിപ്പിച്ചിട്ട് കൊടുന്നു. ഇതാ ഇപ്പോൾ കിടക്കുന്നെങ്കിൽ ഇല്ല എന്ന മാതിരി അതൊക്കെ തോർത്താനും കഴിയുന്നില്ല അതിനോണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതിനോണ്ട് ഈ ക്രീം യൂസ് ആക്കി നോക്ക്. എല്ലാം മനസ്സിൽ മറിയുന്നില്ലേ, കുറച്ച് താഴെ പണിയിലുണ്ട്. പിന്നെ ഫുഡ് കഴിക്കേണ്ടത്, അതിൽ കഴിച്ചിട്ട് വരുന്നോ. ഫോണിൽ ചാർജ് ഇല്ല, ചാർജ് കുത്തി പോകുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ട് ഒരുങ്ങുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ എല്ലാം മനസ്സിൽ മറിയുന്നത് കഥ. അപ്പോൾ ഞങ്ങൾക്ക് പണിയില്ല കഴിഞ്ഞിട്ട് സമാധാനത്തിൽ നിന്നിട്ടുണ്ട്. ഇനി ഓളെ കുളിപ്പിച്ചിട്ടല്ല ഇനി ഓളെ കീച്ചിട്ട് വർക്കും എന്നിട്ട് ഉണക്ക് കീയാണേ. മനസ്സിലായോ? ഓളെ കീച്ചിട്ട് എന്നിട്ട് നമുക്ക് ഉറങ്ങണം. ഇത് ജപജി വന്നു. ഓളെ കുളിപ്പിച്ചിട്ടല്ല കൊടുന്നിനെ. അപ്പോൾ ഓളെ എനിക്ക് കീച്ചിട്ട് വറക്കണം, എന്നിട്ട് അത് ഞാൻ ചെയ്യണം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ കേട്ടോ വാ. കയ്യിൽ പിടിച്ചാൽ എന്തെങ്കിലും മേങ്ങെങ്കിൽ ഇതാണ് അവസ്ഥ. ഓളെ ഡ്രസ്സ് ഇതൊന്നും ഇതിടുന്നില്ല. അപ്പോൾ അവർക്ക് പോയപ്പോൾ ഷൂട്ട് പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഷൂട്ടിനിടാൻ വേണ്ടിയിട്ട് ഇതെടുത്തേക്ക് ഇതിടുന്നു. ഇപ്പോൾ പുതിയതല്ലോ ടാഗും പിടിച്ചില്ല. ഇതിരുന്നു രണ്ടിടത്തിന് ഇത് ഇടുന്നില്ല, ഇതിടുന്നു. ഇതെല്ലാം നോക്കി അടുക്ക് അടുക്കുക ഫോട്ടോയിലിട്ട് ചുണ്ടിലായി. പിന്നത്തേക്ക് മാത്രമോ ഫോട്ടോ എടുക്കുന്നത്, വേറെ ഇടുന്നൊന്നുമില്ല. അത് മൈ സ്പ്രെഡ് ആണെങ്കിൽ മാത്രം അല്ല അങ്ങനെ ദൂരല്ലേ അല്ലേനാ. അങ്ങനെ ഒന്നും തരില്ലേ. ഇന്ന് തന്നെ മോയ്സ്ചറൈസർ ഇട്ടത് എന്തൊരു ഭാഗത്ത് കാണിക്കാനല്ലോ വിചാരിച്ചു മാത്രം അതൊന്നും യൂസ് ആക്കല്ല. ഒന്നാമത്തെ ദാസനോ നല്ലതല്ല. ആ ദാസനത്തിൽ നല്ലതെല്ലാം പെട്ട് ഇങ്ങനെ സുന്ദരി സുന്ദരി പിന്നെ ഒരു ചീപ്പിൻ്റെ ഡോസ് അടങ്ങി. അതിപ്പോൾ കട്ടിൻ്റെ കട്ടിൻ്റെ തേടിയും കിട്ടും. അതിൻ്റെ അടിയോളം എന്നോട് അതിൻ്റെ അടിയിലേക്ക് കിട്ടാം. അപ്പോൾ അവളെ ഞങ്ങൾ തൊട്ടില്ലേക്കാം. വെള്ളം ഞങ്ങൾ തൊട്ടില്ല ചാച്ച എല്ലാം കണക്കിരിക്കാൻ. ഇപ്പോൾ ഉമ്മമാരുടെ ബലി വരും. വേർന്ന് ആയിട്ട് എനിക്ക് കീനിട്ട് വെച്ചിട്ട് കീനിട്ടാവണം നീ നോക്കിയിട്ടാണ്ടേ. അപ്പൊ ഞാൻ ഉറക്കി വരുന്ന ഉറങ്ങി. ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ടാവും മുടീൻ്റെ. അപ്പൊ ചിക്കനെല്ലാം എടുത്തിട്ട് സെറ്റായി. അപ്പൊ 2 മുടി എതിർക്കിട്ടിട്ടില്ല. അങ്ങ് ഒരു സമാധാനം ഇല്ല. എങ്ങനെയുണ്ട് ഡ്രസ്സ്? ഞാനിപ്പോൾ കാണിച്ചു തരാം. സോറി മനസ്സിലായി. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ജേഴ്സി ഷോൾ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ജേഴ്സി ഷോൾ യൂസ് ആക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സ്കേർട്ട്, ജീൻ്റെ സ്കേർട്ടാണല്ലോ. ജീൻ്റെ സ്കേർട്ട് ബ്ലാക്കിലേക്ക് ഇത് കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ശരിക്കും കാണുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നുണ്ടോ? എന്നാലും ഇതാണ് കേട്ടോ. നമ്മൾ സ്റ്റൈലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരുന്ന അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? പൊളിയല്ലേ? ഔട്ടിട്ട് അത് ഞാൻ വെറുതെ പറഞ്ഞില്ല. എനിക്ക് വെറുതെ പറഞ്ഞതല്ല. അതിപ്പോൾ ഇപ്പോൾ ഇട്ടെങ്കിൽ പിന്നെ മാറ്റണം. അതിനായിട്ട് ഇത് ഇട്ടെങ്കിൽ നല്ല കാലത്തോളം മനസ്സിലായത്. ഡെയിലി യൂസിൻ്റെ 2 ഡ്രസ്സ് എടുത്തില്ല. ഇതൊന്നും മീഷുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഈ ഷൂട്ട് സെറ്റ് ആക്കുന്നുണ്ട്. അതിലേക്കിടാം. അതല്ലേ നല്ലത്. ഇങ്ങനെ പറയും വെറുതെ ഇപ്പിട്ടിട്ട് അപ്പനെ മാറ്റുന്നതിനായിട്ട് അപ്പനെ ഫോട്ടോ എടുത്തിട്ട് അത് സെറ്റ് ആക്കി തരുന്നത്. അപ്പോൾ തണുപ്പത്തിൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓക്കും പിങ്ക് ഇടാത്തത്. മനസ്സിലായോ? ഓക്കും എനിക്ക് ഒരേ ഡ്രസ്സ് എടുത്തത്, കളർ ഒരേ ഫോട്ടോ എടുത്തത്. അപ്പം മേക്കപ്പ് എടുക്കുക വിശല പോയി. എന്തായാലും കുറേ ലേറ്റായി. ഇപ്പോൾ പിക്ക് തന്നെ താങ്ങി ആയിട്ട് ഇപ്പോഴും ചേഞ്ച് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞത് നമുക്ക് അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് എടുക്കാം. മേക്കപ്പിന് ആദ്യം വേണ്ടത് പൗച്ച്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം ഓരോന്ന് എടുക്കാൻ പുറത്തേക്ക്. ആദ്യമായി വേണ്ടത് കേട്ടാ വേണ്ട ഇനി വെറുതെ ഇല്ല. ഇപ്പോൾ മങ്ങാത്ത ടൈമിൽ 2 കൊല്ലം തീർന്നിട്ടില്ല. ഇതാക്കിയെങ്കിൽ തീർന്നത് കഞ്ഞിയാണ്. കഞ്ഞി സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം മാത്രം എടുത്താൽ ഇത് വന്ന്. പിന്നെ ബ്രഷ് വേണം, പിന്നെ ബ്രഷ് വേണം, പിന്നെന്താ മതി. ഇതും ലൈനർ മസ്റ്റ്. അപ്പോൾ ശരി ഇതാ പിന്നെ ഐസ് വെക്കാം. ഐസ് വെക്കത്ത് കുറച്ച് അത് മതി. നമുക്ക് അതിന് വേണ്ടി കുറേ യൂസ് ആക്കാമല്ലോ. ഇനി കുറേ യൂസ് ആക്കണം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. മോയ്സ്ചറൈസർ കഞ്ഞി അങ്ങനെയും പറയാം. വേറെ എന്ത് പൊട്ടിക്കത്ത വേണ്ട തീർക്കണം. അതിൻ്റെ ഞാൻ കഞ്ഞായിട്ട് യൂസ് ആക്കുന്നതാവും നല്ലത്. മനസ്സിലായി? ഇത് കിടാവിൻ്റെ കയ്യിലാണ് പെട്ട് പോയെങ്കിൽ ഫുള്ള് സ്പ്രെഡ്
ഇത്ര പണ്ട് മനസ്സിലായോ? കുറച്ചും കൂടി ഇട്ടിട്ട് നമ്മൾ എങ്ങനെ കഞ്ഞാക്കണം പിന്നെ ഒരു നാല് ലിറ്റർ അല്ലേ ആ കേട്ടോ ദൂരെ പോകാൻ നിന്നൊരു ചോദിച്ചില്ലേ ഞാൻ പറഞ്ഞേ ദൂരെ പോകാണ്ട് ഞാനിപ്പോൾ വന്നത്ര എൻ്റെ അടുക്കള വിളിക്കുന്നുണ്ടായ ഞാൻ എൻ്റെ അതിനെ വന്നത്ര തീർത്തി എനിക്ക് ഇന്നെ അടുക്കള വിളിക്കണം ഇതെൻ്റെ മോളായിരുന്നു എനിക്ക് മോളെ എന്നെ വിളിച്ച സമാധാനം പറഞ്ഞു എന്നെ വിളിച്ച് മുന്നിവാ മുന്നേ ഇല്ല വന്നേ ആ മോളെ കേട്ടോ ഇപ്പോൾ വെക്കാൻ തുടങ്ങി വിളിച്ച് അപ്പം എങ്ങനെയാ ഓരോ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട് എൻ്റെ ഷെയർ ചെയ്യാനുണ്ട് അറിയില്ല ഓക്കെ ആ ഒന്ന് ബ്ലെൻഡ് ആക്കാം ഞങ്ങൾ ബ്ലെൻഡ് ആക്കുന്ന പോലെ വേണ്ട നേരെ പോയി വന്നോ അടുത്ത ഒരു വെറുതെ ഗൈസ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇരുന്ന് അവസാനിപ്പിക്കും കാരണം ഇനിയിപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ വന്നും ഇല്ലെങ്കിൽ അതും അപ്പോൾ ഞാൻ മേക്കപ്പ് ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കി വരുന്നു സ്റ്റോറേജ് ഉണ്ടെങ്കിൽ കാണാം ഗായ്സ് അങ്ങനെ എൻ്റെ സ്റ്റോറേജ് എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി ഇപ്പം എടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഇങ്ങനെ ആയി ഇങ്ങനെ ഓ പിന്നെ ഉമ്മ ഇല്ലാത്ത കാര്യം അതിക്കോ കരയണോ എൻ്റെ ബേബിനെ കൊണ്ടുവന്നു ഗൈസ് നമുക്ക് ചോറി നിങ്ങൾ ആരോ പറയും മനസ്സന്മാരതാ പോയ ആൾ വന്ന് ചിരിച്ചറിയാമ ഫോട്ടോ എടുക്കട്ട് ചിരിക്കല്ലേ ചിരിച്ചിരി കണ്ണീന്നൊക്കെ വെള്ളം പൊട്ടിയിട്ട് ഗൈസ് എന്നെ ആൾക്കിട്ട് പോയതിന്റെ റിയാക്ഷൻ ആണ് പറയുന്നത് ഞാൻ ഇല്ലാതെ ശരിയാണ് ചില നോക്കി എടുക്ക എനിക്ക് അനി വേണം അനി വേണോ ഫോട്ടോ എടുക്കാൻ നല്ല ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് വരുന്നത് ഫോട്ടോ എടുത്തിട്ട് വരുന്നത് ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ് ഫോട്ടോ മാക്സി എങ്ങനെന്താക്കണോ എല്ലാം ട്രെൻഡാണ് എന്റെ കൂടെ കൂടിയിട്ട് എന്തെല്ലാം അതിനാവോ പാപ്പുണ്ടായി മാത്രം ഇങ്ങനത്തെ ഒരു പച്ചഞ്ച് വന്നേലില്ലേ എല്ലാ കൈ വിട്ടു പോയി ഷോക്സ് ഇല്ല ഹെയർബാൻഡ് ഇല്ല ഒന്നുമില്ല അത് പിന്നെ തൽക്കാലത്തിന് ഇത് മതിയല്ലോ എല്ലാം വാങ്ങിക്കണം എന്തേ ഇങ്ങനെ കാര്യം ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ കരച്ച് നിർത്തി കഴിച്ച് ഇങ്ങനെ ആക്കണം ഇങ്ങനത്തെ ഏതെങ്കിലും ഇടാക്കണ്ടാവും എൻ്റെ ദിവസം അപ്പോൾ നമ്മൾ പൊട്ടെടുത്തിട്ടായി കഴിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ നമ്മൾ പോവാണ് നമുക്ക് കുറച്ച് തുറക്കാം അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ് തൽക്കാലത്തിന് വീഡിയോ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു പിന്നെ ഒരു ബ്രേക്ക് അതുണ്ടാവുക ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഒരുങ്ങിയത് ഇറങ്ങിയിട്ടാവാം കാല് വന്നിട്ട് സ്ഥലങ്ങളവിടെ കാര്യമായി പണിയുണ്ട് ഓക്കായിരുന്നു സോക്സ് ഹെയർ സ്റ്റോറി ഇപ്പിട്ട് ഇപ്പിട്ട് നമ്മുടെ കാര്യമായി പണി ഞാനിവിടെ ബോർഡ് പച്ചറക്കുക നിങ്ങളാക്കാവും കഞ്ഞായുള്ള വളരെ കൊടുക്കും അപ്പോൾ അങ്ങനെ ഇതിനെ സെറ്റ് ഗൈസ് എന്ത് ഏത് ഇങ്ങനെ പറയും മനസ്സിലാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ട് കുട്ടി കുടിക്കാം ഓക്കെ എന്തോ കൺമഷി ഇതുവാണ് മാമ കൺമഷി ഇതുവാണ് മാമ നമ്മൾ ആയിട്ട് ബുദ്ധി വേണം ബുദ്ധി ആർക്ക് ബുദ്ധിയുണ്ട് നമ്മൾ 10-40 നമുക്ക് തരാം ഉണ്ടായിരുന്നു കേട്ടായി വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോവാണ് എന്തിനും ഓൾ ഫോട്ടോ എടുക്കാൻ എൻ്റെ മാപ്പിളക്ക് എൻ്റെ മാത്രം ഫോട്ടോ കിട്ടിയാൽ മതിയാവില്ല ഓൾ തേക്കണ്ടേ ഇപ്പോൾ മെയിൻ ഓൾത് എൻ്റെ പിന്നെ മനസ്സിലായോ ആരുണ്ട് ഇവിടെ ആരാണ് ഇവിടെ ഹലോ ഒന്ന് പോണ് ഞാൻ കാണിക്കൂ പിരാന്തോ ബ്ലോഗ് എഡിറ്റ് ആക്കുന്നുണ്ട് എൻ്റെ അടുക്ക് എൻ്റെ ഫോട്ടോ എടുക്കാത്ത ബ്ലോഗ് എഡിറ്റ് ആക്കണ്ട എൻ്റെ കൊടുക്കണം എൻ്റെ ബേബിൻ്റെ കൊടുക്കണം കസാല ഞാൻ തൂക്കാം ഇരുന്നാണ് കസാല ഒപ്പിസ് ഉണ്ടാവും അപ്പോൾ കസാലുമായി ഞങ്ങൾ പോകുകയാണ് എവിടേക്ക് എപ്പോഴും പോകുന്നവർക്കാൻ ഇതാണ് ഗൈസ് അവസ്ഥ ചിച്ചു പറഞ്ഞിങ്ങനെ മനുഷ്യ മോളെ
ഞാനൊക്കെ എൻ്റെ കസലേനെ അങ്ങനെ വെച്ചിട്ട് പോകുന്നു. എന്തെല്ലാം അവസ്ഥ ഈ ചെക്കൻ, ഇതൊക്കെയാണ് അവസ്ഥ. അല്ല എൻ്റെ ദേഷ്യം അതിലെന്താ ഒട്ടി ഞാൻ അറസ്റ്റിന്. അയ്യോ കാറ്റേ കാറ്റ് കാറ്റ് കുഞ്ഞുമേ പോവാൻ. താങ്ക് യു, ബൈ. മെൻസന്മാർ അങ്ങനെ രണ്ടാമത്തെ ഫോട്ടോഷൂട്ട് സെറ്റായി. അപ്പൊ കണ്ട ഞങ്ങൾ പെരുന്നാന്നല്ലെങ്കിൽ ഇത്ര തന്നെ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, പോയിട്ട് വരാം. ഞങ്ങൾ ചോറ് ഇതാണ്, സാധാ ചോറ്, കോഴിക്കാച്ച, പിന്നെ എന്തോ ഒരു തോരൻ, ഇത് പുളിത്തോരൻ എന്തോ, ഇത് ഉപ്പേരിയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതൊരു തോരൻ, പുളിഞ്ചി പുളിഞ്ചി പുളിഞ്ചി, അതൊരു തോരൻ, ഇതൊരു തോരൻ, അത് ഉപ്പേരിയാവും, സോറി. അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയെല്ലാം ഉണ്ട്. നമുക്ക് ഈ ഉപ്പേരിൻ്റെ ഉപ്പേരി അറിയില്ല. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഉപ്പേരി കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും സെറ്റ്. അവിടെ ഒരാൾ വരുന്നു മമ്മി. കൊമൻസ് എല്ലാവരുടെ തിരിക്കാവാൻ ഞാൻ ബ്ലോഗ് ഇവിടെ നിൽപ്പിക്കാൻ പോകുന്നു. കാരണം നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ല, എന്തെങ്കിലും ഞാൻ ഇപ്പിക്കുന്നതാ ഉറങ്ങാൻ പോകുന്നു. അത്രയും എനിക്ക് കണ്ടന്റ് എന്ത് വേറെ പ്രത്യേകിച്ചിട്ട് പെരുന്നാൾ എത്രയാവും നമ്മൾ പെരുന്നാന്നല്ലെങ്കിൽ ഇത്രയും നമുക്ക് എന്ത് പോയിരുന്നാണ്. നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകും, അപ്പുറത്തേക്ക് പോലില്ല സംഗതി. പിന്നെ ആൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പോയിരുന്നു. അങ്ങനെ ആ ഒരു കേട്ടവൻ ബാക്കിയൊക്കെ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ബ്ലോഗ് ഇവിടെ നിൽപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഓക്കെ, ലൈക്ക് ഇടാനും ഷെയർ ആക്കാനൊന്നും മറക്കണ്ട. കേട്ടാ. എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് ഞാൻ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാവാം. നേരായിട്ടുണ്ടാവില്ല, കാരണം ഫസ്റ്റത്തെ ബ്ലോഗ്, വലിയ ബ്ലോഗ് ഫസ്റ്റ് എടുക്കുന്നത് ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. അതിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൊരു എന്താണ് ഇനി ചെയ്യണം, ഇത്ര തന്നെ. ഇനി വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരും. അപ്പോൾ ഓക്കെ, ബൈ.